കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണികളുടെ അവലോകന യോഗങ്ങളും ബൂത്ത് തല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കേരളത്തിൽ ഇടതുമുന്നണിക്ക് 12 വരെ സീറ്റുകൾ ലഭിക്കാമെന്ന് CPM-ഉം CPI-യും വിലയിരുത്തിയപ്പോൾ KPCC ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ 20 സീറ്റും തങ്ങൾക്ക് തന്നെയെന്നാണ് UDF ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 6 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ആശങ്ക ഉണ്ടെന്ന് അതേസമയം UDF വിലയിരുത്തി. കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് ഭയക്കുന്ന 6 മണ്ഡലങ്ങളും പക്ഷേ LDF-ന്റെ കണക്കുകൂട്ടലിൽ വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. അതേസമയം ജില്ലാതലങ്ങളിലുള്ള BJP-യുടെ അവലോകനവും പൂർത്തിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് BJP-യുടെ വിലയിരുത്തൽ. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ടെന്നാണ് BJP-യുടെ പ്രാഥമിക വിലയിരുത്തൽ. V. മുരളീധരൻ, സുരേഷ് ഗോപി, അനിൽ ആന്റണി എന്നിവരിൽ BJP വലിയ വിജയസാധ്യതയാണ് അർപ്പിക്കുന്നത്. സമാന വിലയിരുത്തലാണ് ജില്ലാതലങ്ങളിലെ അവലോകന യോഗത്തിലും ഉണ്ടായത്. മറ്റു പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്ക്, സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് BJP-ക്ക് അനുകൂലമായ ഘടകങ്ങളെന്ന് ജില്ലാ നേതൃത്വം വിലയിരുത്തി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ഏറെക്കുറെ BJP ഉറപ്പിച്ചു. അടിയൊഴുക്കാണ് വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനമായി കണ്ടെത്തിയത്. ആറ്റിങ്ങലിലും തൃശൂരിലും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ്. വിജയിച്ച് കയറാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ തങ്ങളെ കൈവിടില്ല എന്നും പാർട്ടി വിലയിരുത്തി. ഇനി ആലപ്പുഴയിലേക്ക് വരുമ്പോൾ വിജയത്തിലേക്ക് എത്തില്ലെങ്കിലും 3 ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. മാത്രമല്ല പാലക്കാടും വലിയ മുന്നേറ്റമുണ്ടാകും. മറ്റ് മണ്ഡലങ്ങളിൽ എല്ലാം കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും കഴിഞ്ഞ വർഷം നേടിയ വോട്ടുകൾ മറികടക്കുമെന്നും BJP വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രചാരണത്തിനെത്തിയ മണ്ഡലത്തിൽ കടുത്ത തിരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ BJP തങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് കരുതുന്നുമുണ്ട്. 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ 4.96% ഇടിവുണ്ടായെങ്കിലും പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. K. കരുണാകരന്റെ പ്രതാപകാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു തൃശൂർ. പക്ഷേ പതിയെ കളം പിടിച്ച ഇടതുപക്ഷം തൃശൂരിൽ കരുത്തു നേടി. ജില്ലയിൽ BJP-യുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. 2016 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് ചില മണ്ഡലങ്ങളിൽ LDF വിജയത്തിന് സഹായമായി എന്നതായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം മാറിയ സാഹചര്യത്തിൽ BJP-യുടെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് LDF-ൽ ആശങ്ക സൃഷ്ടിച്ചേക്കാം. BJP-ക്ക് ആശ്വാസത്തിനും ആശങ്കയ്ക്കും ഒരേപോലെ വക നൽകുന്നുണ്ട് തൃശൂർ. 2014 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിലുണ്ടായ വളർച്ച പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു. 10 മണ്ഡലങ്ങളിലാണ് 25,000-ന് മുകളിൽ വോട്ട് ലഭിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കി ശക്തമായ മത്സരം കാഴ്ചവെച്ചപ്പോൾ 2 ലക്ഷത്തിനടുത്ത് വോട്ടുകളിലെ വർധനവാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഒന്നും നേടാനാകാതെ പോയ BJP കേരളത്തിൽ മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് രാജീവ് ചന്ദ്രശേഖരനെ കളത്തിൽ ഇറക്കിയത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 2 അക്ക നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ പരാമർശിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറയ്ക്കാനായില്ലെങ്കിലും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും 2ാം സ്ഥാനത്തെത്തി. ഇത്തവണ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ BJP മത്സരിപ്പിച്ചത്. തരൂരിന് ഒറ്റ എതിരാളിയെ തന്നെ രംഗത്തിറക്കാൻ കഴിഞ്ഞു എന്നാണ് പാർട്ടിയുടെ വിശ്വാസം. സംസ്ഥാനത്ത് BJP ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായതിനാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിലും BJP പ്രതീക്ഷ വയ്ക്കുന്നു. കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ സാന്നിധ്യമാണ് ആറ്റിങ്ങലിലെ ഫലം പ്രവചനാതീതമാക്കിയത്. ചില ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. നിർമ്മല സീതാരാമൻ, S. ജയശങ്കർ തുടങ്ങിയ ഉന്നത നേതാക്കളാണ് മുരളീധരന്റെ പ്രചാരണത്തിന് എത്തിയത്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരാളായും ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും കേരളത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. സുഷമ സ്വരാജിന്റെയും S. ജയശങ്കറിന്റെയും ഡെപ്യൂട്ടി എന്ന നിലയിൽ വിദേശത്തെ സഹായം ആവശ്യം ഉള്ളപ്പോഴെല്ലാം അദ്ദേഹം മലയാളികൾക്ക് രക്ഷകനായി എത്തിയിരുന്നു. ഈ ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുകൂലമായേക്കാം എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലിറക്കി പുത്തൻ പരീക്ഷണത്തിനാണ് ഇത്തവണ BJP മുതിർന്നത്. കഴിഞ്ഞ തവണ ഇടതിനു പിന്നിലായി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്ന BJP ഇക്കുറി 2ഉം കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടിറങ്ങിയത്. BJP പ്രതീക്ഷ വയ്ക്കുന്ന ഈ 4 മണ്ഡലങ്ങളുടെയും ഫലം BJPക്ക് അനുകൂലമാകുമോ?
അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശ്രമിക്കാതെ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം തുടങ്ങാനാണ് BJPയുടെ പദ്ധതി. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തന പദ്ധതിയാണ്. 100 പഞ്ചായത്ത്, തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ, 20 നഗരസഭകൾ എന്നിവിടങ്ങളിലെ ഭരണമാണ് സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിനായി കോർപ്പറേഷനുകളുടെയും നഗരസഭകളുടെയും ചുമതല സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കും ഭാരവാഹികൾക്കും ഇന്നത്തെ യോഗത്തിൽ നൽകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരിലും ജയിക്കുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവലോകനത്തിലുള്ളത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റം BJP കണക്കുകൂട്ടുന്നു. ഈ മുന്നേറ്റം തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിലനിർത്തുകയാണ് ഇപ്പോൾ പാർട്ടിയുടെ ലക്ഷ്യം.